മക്കളെ മുതലാളിമാര് വന്നിട്ട് ഇവരെ വിട്ടാ മതി. സൂചന മാത്രം, സൂചന മാത്രം, സമരം സൂചന മാത്രം. തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല, തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. ശാരദേ, നീ ചുമ്മാ ബഹളം വെക്കാതിരിക്കേ. അവരവനെ ഒന്നും ചെയ്യില്ല. എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. എനിക്ക് എന്റെ മോനെ ഇപ്പൊ കാണണം. ഏട്ടാ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ചു പറ. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയാം. മഞ്ജുൾ കുമാറിന്റെ ലക്ഷറി തോൽവിയല്ലേ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ പിന്നെ ലാത്തി ചാർജായി, കേസായി, അത് പിന്നെ വലിയ വാർത്തയാവും. ഈ പ്രശ്നം രാഷ്ട്രീയക്കാരെ ഏറ്റെടുത്താ പിന്നെ പെട്ടെന്നൊരു പ്രശ്നപരിഹാരം ഉണ്ടാവില്ല. എന്ത് ചെയ്യണമെന്നാ ആദ്യം പറയുന്നേ? സർ, ഞാൻ അവരുമായിട്ട് നേരിട്ടൊന്ന് സംസാരിക്കാം. അപ്പോ എനിക്ക് നമ്മുടെ വർക്ക് സൈറ്റുകളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. എനിക്ക് തോന്നണത് സ്റ്റേഷനിലേക്ക് നേരിട്ട് വിളിച്ചു പറയണതാ നല്ലതെന്നാ. എന്താ? നമ്മൾ ഒരേ നാട്ടുകാരൊക്കെ തന്നെയാണ്. പക്ഷേ ഞാനിപ്പോ തന്നെ GM ആണ്. ഒരു GMന്റെ മുഖത്ത് നോക്കി ഒരു ഡ്രൈവർ കൊഞ്ഞനം കുത്തി കാണിച്ചാൽ അതിന്റെ പണിഷ്മെന്റ് എന്താണെന്ന് അറിയോ മിസ്റ്റർ? ബൈ ദ വേ, സാർ അനുവദിച്ചാൽ ഞാൻ അവരുമായിട്ട് നേരിട്ടൊന്ന് സംസാരിക്കാം. എന്താ മോളുടെ അഭിപ്രായം? നമ്മുടെ പുതിയ GM അല്ലേ, പോയിട്ട് വരട്ടെ. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. ചേച്ചിനി കരയാണ്ടിരിക്കേ, മഞ്ജുളിനെ ഞാൻ കൊണ്ടുവരും. ഡ്രൈവർ വണ്ടി എടു. വേണ്ട, ഞാൻ വരാം. അടുത്ത പ്രാവശ്യമെങ്കിലും സമരത്തിന് വരുമ്പോ പുകയില്ലാത്ത അടുപ്പ് കൊണ്ടുവരാൻ പറയണേ. പിള്ളേരെ ഓടി കളിക്കാതെ ഇവിടെ എങ്ങനെ വന്നിരിക്കേ. ബെസ്റ്റ് പണി. ഇത് വെന്തില്ല പിള്ളേരെ, ഇത് വേവുള്ള അരിയാണ്. ഒരാളുണ്ട്, എന്തൊക്കെ ചെയ്യണം. ഇങ്ങോട്ട് വാ മക്കളെ. ഇനി സ്വന്തം മക്കള് തന്നെയാണോ? മോൻ മാമനെങ്ങനെ എടാ പോടാന്ന് വിളിക്കരുത്. ചിലപ്പോ ഞാൻ മാനേജരാവും. അപ്പോഴോ അനുസരണ വേണ്ടേ? കൊച്ചുകുട്ടിയല്ലേ നീ. നീ അത്ര കൊച്ചുകുട്ടിയൊന്നും അല്ലടാ. പിള്ളേര് തുടങ്ങിയല്ലോ. മോനെ അനുസരണ വേണ്ടേ? വെറുതെ നിക്കണം. കഞ്ഞി റെഡി. നമ്മളാ കഞ്ഞില് പാറ്റിടണോ മാഡം? നിങ്ങൾ ആ തൊഴിലാളികളോട് സംസാരിക്കും. അത് പറഞ്ഞത് കേട്ടില്ല. കഞ്ഞി കുടിക്കാൻ സൂചന മാത്രം, സൂചന മാത്രം, സമരം സൂചന മാത്രം, സൂചന മാത്രം, സൂചന മാത്രം. എന്തു പറ്റി? ഒന്നുമില്ല. അതെ, ഞാൻ അവരോട് സംസാരിച്ച ശരിയാവില്ല. എങ്കിൽ കോൺട്രാക്ടറോട് സംസാരിക്കാം. വണ്ടി എടുക്ക്. അല്ല, പണി കിട്ടും. സമരക്കാരുടെ ശ്രദ്ധയ്ക്ക് ഈ കുഞ്ഞിനെ കൂടെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ കഞ്ഞി വിളമ്പുന്നതായിരിക്കും. അടങ്ങി നില്ല് മോനെ. ഇറങ്ങണം മാനേജർ. അതാണ് പരുക്ക് പറ്റിയ ആൾക്ക് 5 പൈസ കൊടുക്കില്ലെന്ന് പറയുന്ന കോൺട്രാക്ടർ. അതെ, ഞാൻ സംസാരിച്ച പ്രശ്നമാവും. എന്ത് പ്രശ്നം? സമരം ചർച്ച ചെയ്ത് പരിഹരിക്കാന്ന് പറഞ്ഞില്ലേ ഇങ്ങോട്ട് വന്നത്? ഞാൻ അയാളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അതെ, ഞാൻ സത്യം പറയാം. പോയോ? സോറി മാഡം, ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. ഇതൊന്നും എന്നോട് പറയണ്ട. താഴെ ഞങ്ങളുടെ GM ഉണ്ട്, അയാളോട് സംസാരിച്ചോളൂ. ആരോട് വേണമെങ്കിലും ഞാൻ സംസാരിക്കാം. പക്ഷെ എന്റെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല. അപ്പം പറഞ്ഞത് അങ്ങനെ കേട്ടാ മതി. കിടന്നു അതെ, ഇവ മിന്നു ഗ്രൂപ്പിന്റെ മാനേജർ ആയിരുന്നു. അപ്പോ അന്ന് പണിയിലെ കൃത്രിമം കണ്ടുപിടിക്കാൻ വേഷം മാറി വന്നതായിരുന്നു അല്ലേ സാർ? അന്ന് എനിക്ക് ആളെ അറിയില്ലായിരുന്നു. ഒരു ജനറൽ മാനേജർ ഒരിക്കലും ഒരു സാധാ ലേബർ വേഷത്തിൽ വരുമെന്ന് ഈ ഭൂമി മലയാളത്തിൽ ഒരു കോൺട്രാക്ടറും പ്രതീക്ഷിക്കില്ല. അതാണ് ആന്റണി സാർ, സിമെന്റിലൊന്നും ഒരു കുറവ് വരുത്തിയിട്ടില്ല. പിന്നെന്തിലാണ് താൻ കുറവ് വരുത്തിയിട്ടുള്ളത്? അത് മണലിന്റെ ഡിമാൻഡ് കാരണം ചെറിയൊരളവിൽ പൊടിമണ്ണ് ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. സാർ, അത് മേഡത്തിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യരുത്. മേഡത്തിന്റെ സ്വഭാവം സാറിന് അറിയാലോ. അതിലും മോശമാണ് എന്റെ സ്വഭാവം. സാറിന് അറിയാലോ തൊഴിലാളിക്ക് എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന്. അറിയാം, എല്ലാം എനിക്കറിയാം.
തന്റെ ഓരോ നീക്കങ്ങളും കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ സിമന്റിലും മണലിലും കൃത്രിമം കാണിച്ച് താൻ ഈ ഫ്ലാറ്റിന്റെ പണി തീർത്തേനെ. പക്ഷെ അങ്ങനെ തീർത്തിരുന്നെങ്കിൽ ഇവിടെ താമസിക്കേണ്ടിയിരുന്നവരുടെ പണിയും താൻ തീർത്തേനെ. ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ എനിക്കെന്ന് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടേണ്ടി വന്നു. സാർ, ഒന്ന് മിന്നുമേട് അറിയരുത്. തൊഴിലാളിക്കുള്ള നഷ്ടപരിഹാരം മുഴുവനും ഞാൻ കൊടുത്തോളാം. സമരം ഇപ്പൊ തന്നെ അവസാനിപ്പിച്ചേക്കാം. അതെ സാർ. കൈ പിൻവലിക്കൂ. ആ, ഇത് താനെന്ന് എന്നെ തെറി വിളിച്ചതിനെ പിടിച്ച് തല്ലിയതിന്, ഇത് സിമന്റിലും മണലിലും കൃത്രിമം കാണിച്ചതിന്. ഇതെന്തിനാണ് സാർ? ഇത് താൻ ഇനി കൃത്രിമം കാണിക്കാതെ ഇനിയുണ്ടോ സാർ? തൽക്കാലത്തേക്കില്ല. ഇനി ഈ സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്ന് 5ന്റെ ചില്ലിക്കാശ് തനിക്ക് കിട്ടില്ല. മനസ്സിലായോ? വേണ്ട സാർ, എല്ലാം ഞാൻ ഏറ്റു. സാർ വണ്ടിയിലേക്ക് കയറിയാട്ടെ. ഓക്കെ, മാഡത്തിന് ഡോർ തുറന്നു കൊടുക്കൂ. സാർ കണ്ണട. സോറി, കയറിക്കോളൂ മാഡം. ഉപ്പ് എല്ലാം അതിലുണ്ട് കേട്ടോ. ആവശ്യമുള്ളവരെ ഉപ്പെടുത്തിടണേ. അയ്യോ, ഇത് നമ്മുടെ വീട്ടിലെ വണ്ടിയാണല്ലോ. ഡ്രൈവർ വണ്ടി എടുത്തു. ഒരു കാര്യം പറഞ്ഞോണ്ട് ഞാനിവിടെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. നിർത്താൻ. അവൻ ഫോൺ എടുക്കുന്നില്ല. എന്താ ഫോൺ എടുക്കാത്തെന്ന് ചോദിക്ക്. അവനെന്തുവാ പറഞ്ഞേ? ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആദ്യം ഫോൺ എടുക്കുന്നില്ല. അപ്പോ നമ്മൾ ഊഹിച്ചത് ശരിയാ. ഇപ്പോ സംസാരിക്കാൻ പോലും ശേഷി ഉണ്ടാവില്ല. സ്കാനിംഗ് റിപ്പോർട്ട് വാങ്ങിച്ച് ഡോക്ടറെ കാണാൻ വന്നപ്പോഴാ ഞങ്ങൾ കണ്ടത്. എന്തായാലും ഒരാൾ വെറുതെ വന്ന് സ്കാൻ ചെയ്യില്ല. അന്വേഷിച്ചപ്പോ ഓൾ ബോഡി സ്കാനിങ്ങാ. അയ്യോ, ലക്ഷ്മിയെ കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അറിഞ്ഞപ്പോ പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോ നേരെ ഇങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിക്കുക. കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണം. നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കാൻ നോക്കി. ഇപ്പൊ എന്തായി? ആദ്യ കാഴ്ചയിൽ തന്നെ എന്റെ മനസ്സ് പറഞ്ഞു, മിന്നു കുറിപ്പ് നോക്കിയെടുത്താലുള്ള കാര്യശേഷി ഈ മുഖത്തെഴുതി വെച്ചിട്ടുള്ളത്. ആന്റണി ആദിത്യനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാനിതിലപ്പുറം പ്രതീക്ഷിച്ചതാ. ആദി സാറിന്റെ കാര്യം പോട്ടെ, ആദി സാറിന്റെ അച്ഛൻ പുലിയല്ലേ, പുലി. മര്യാദക്കേട് കണ്ട അപ്പ തല്ലും. ആര് എടുപ്പും നിപ്പും കണ്ട സത്യം പറയാലോ ആരായാലും പേടിച്ചു. ആദി സാറ് പോലും അച്ഛന്റെ മുമ്പിൽ മൂത്രം ഒഴിച്ചു പോവും. എന്താ കളറ്? എന്തിന്? അച്ഛനെ. ഞാൻ കരുതി എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ അരി എടുത്തില്ല. വീടെത്തിയാട്ടാ. വീടെത്തിയ പല്ലു ഒരാളായി. തൊഴിലാളി പ്രശ്നം പരിഹരിക്കാൻ പോയവൻ തൊഴിലാളിയുടെ കുടുംബത്തിന് കഞ്ഞി വെച്ച് കൊടുത്ത് ഇപ്പൊ നല്ലൊരു കഞ്ഞിവെപ്പുകാരനായി ഇതാ വന്നിരിക്കുന്നു. കൊള്ളാം. നുണയാണ് നുണ. കള്ളത്തരം പറയരുത്. നീ കഞ്ഞി വെച്ച് കൊടുത്തില്ലേ? അത് പിന്നെ 10-25 പേർ ചേർന്ന് ഇത്രയും നീളമുള്ള കത്തി എടുത്ത് തൊണ്ടക്കുഴിയിൽ വെച്ചിട്ട് വെക്കടാ കഞ്ഞി എന്ന് പറഞ്ഞാൽ ആരായാലും കഞ്ഞി വെച്ച് പോവും. അമ്മാവനായിരുന്നെങ്കിൽ പയറും ചമ്മന്തിയും വരെ വെച്ചേനെ. കഞ്ഞി നീ ഏതായാലും വെച്ച് കൊടുത്തില്ലേ? ഇനി നീ ആ ജോലി തന്നെ ഞങ്ങൾ ചെയ്തോടാ. സർ, ഞാനൊന്ന് ഓഫീസിലേക്ക്. ഡ്രൈവർ വണ്ടി എടു. ഈ പാന്റൊക്കെ എന്നാ അമ്മാവ ഉണ്ടായത്? ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അപ്പൻ ചില സമയത്ത് തെലുങ്ക് നടന്മാരെ പോലെ ഭയങ്കര ഓവറാ. നിന്റെ അല്ലട അപ്പൻ, അത്രയ്ക്കൊക്കെ പ്രതീക്ഷിച്ചാ മതി. ദൈവം നമ്മുടെ കൂടെയാ, അല്ലെങ്കിൽ ആ കോൺട്രാക്ടറുടെ മുന്നിൽ എല്ലാം പൊളിഞ്ഞു പോയേനെ. ദൈവത്തിന് നമ്മുടെ കാര്യം ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം അവിടെ ഒരുത്തി നമ്മുടെ കാര്യവും പറഞ്ഞ് രാവും പകലും ദൈവത്തിന് ഉറക്കം കൊടുക്കാതെ വിളിച്ചോണ്ടിരിക്കല്ലേ. നീ വണ്ടി കയറി. എന്റെ അമ്മ. എന്താപ്പാ? നിന്റെ അമ്മ. എന്റെ അമ്മ. എല്ലാ കണക്കൂട്ടലും തെറ്റാൻ പോവാണല്ലോ. മോനെ, നിനക്ക് എന്താ പറ്റിയത്? അമ്മ, നമ്മുടെ മോൻ എന്താ അസുഖം? എനിക്കൊരു അസുഖമില്ല. ലക്ഷ്മി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അച്ഛനും മോനും കൂടി ഇനി എന്റെ മുമ്പിൽ ഒന്നും ഒളിച്ചു വെക്കണ്ട. എല്ലാം ചെറിയച്ഛൻ പറഞ്ഞു. അയ്യോ, ചെറിയച്ഛൻ കണ്ടു എന്നുള്ളത് ശരിയാ, പക്ഷെ എനിക്കൊരു അസുഖമില്ല. എല്ലാം ഇവിടെ പിടിച്ചേക്കാൻ വേണ്ടിയാ. അപ്പൊ ഒന്ന് പറ ലക്ഷ്മി. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ പോ.
അച്ഛാ. ആന്റണി അതാരാ? അത് സാറേ ഇവിടെ അടുക്കള ജോലിക്ക് ആളെ വേണമെന്ന് ചോദിക്കാൻ വന്നതാ. പറഞ്ഞൂലോ ഇവിടെ ആൾ ആവശ്യമില്ലെന്ന്, പോയിക്കോളൂ. ആന്റണി, അവരോട് ഇങ്ങോട്ട് വരാൻ പറയും. ഇങ്ങോട്ട് വന്നോളൂ. മാഡത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ. ചെന്നോളൂ. ഇവരെ നിങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ടോ? എനിക്കറിയാം സാർ, ഇവരെന്റെ വാലിക്കാരിയാ. കോവിലകത്ത് കുറച്ചാൾ അടക്കളപ്പണിക്ക് ഉണ്ടായിരുന്നേ, ആ പരിചയത്തിൽ വന്നതാ. ഇവിടെ അടുക്കളപ്പണിക്ക് ആളാവശ്യമുണ്ടോന്ന് അറിയാൻ. പാവങ്ങള് ആദ്യത്തിന് വന്ന് കണ്ടാൽ വല്ല ജോലിയും കിട്ടുമെന്ന് കരുതി വന്നതായിരിക്കും മോളെ. ഏയ് അതിപ്പോ ഇവിടെ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കിട്ടില്ലോ. ഇവിടെ ഇപ്പൊ അടുക്കളയിൽ ആവശ്യത്തിന് ആളുണ്ടല്ലോ. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. പിന്നാമ്പുറത്തേക്ക് ചെന്നോളൂ. ഈ ജന്തു ഏതാ? അത് ഇവരൊരു ബന്ധുവാ. അല്ല, എന്റെ മോനാ. എനിക്കിപ്പോ ഈ ഭൂമിയിൽ ഇവൻ മാത്രമേ ഉള്ളൂ. മോനെ പോലെയാ. എന്താ മോന്റെ പേര്? ഊമയാ. എന്നാ നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നാടാ. ഏത് കോലത്തും കാണുമല്ലോ ഒരു മന്ദബുദ്ധി. അതേടാ, ഇവൻ അവിടുത്തെ മഞ്ജുകുമാരനാ. മഞ്ജു, നീ പൊട്ടലെ അടുക്കളക്കകത്ത് കൂട്ടിക്കൊണ്ടു എന്തെങ്കിലും തിന്നാൻ കൊടുക്കും. അതെ, നീ പൊട്ടനാണെന്ന് കരുതിയിട്ട് മിണ്ടാതെന്നും ഇരിക്കണ്ട. നിനക്ക് എന്ത് വേണം എന്നോട് വാതുറന്ന് പറയാം. പോണത് കണ്ടില്ലേ, എന്തൊരൈക്യം. ചേരേണ്ടതേ ചേരൂ. നീ മൂക്ക് മുട്ട തിന്നിട്ട് പൂമുഖത്തേക്ക് വരണം. ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അതെ, ഇനി മുതൽ എന്നെ അനുസരിച്ച് ഇവിടെ നിന്നോളണം. അതാണ് അടുക്കള. മോൻ ചെല്ലു, വേഷായിട്ട് വെട്ടി വിഴുങ്ങ്. ഈശ്വര, എന്നെ അനുസരിക്കാൻ ഒരു പട്ടികളും ഈ വീട്ടിലില്ല. ഈ പൊട്ടനെങ്കിലും എന്നെ അനുസരിക്കണമേ.